ഹലോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പിന്നെ വീഡിയോയ്ക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ കേട്ടോ എടുത്തുന്നത്. ഇന്നത്തെ നൈറ്റത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെക്കാനുള്ള പരിപാടി, പിന്നെ അതിൻ്റെ കൂടെ മക്കളതിനെ പഠിപ്പിക്കലും അങ്ങനെയായിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇവരെ പഠിപ്പിക്കൽ പറഞ്ഞ ഒരു മെയിൻ ടാസ്ക്കാണേ. പഠിപ്പിക്കുന്ന നേരത്തെ ഒരു 100 വട്ടം നീറ്റ് പോകും. അങ്ങനെ ഞാൻ അവർക്ക് പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും അടുക്കളയ്ക്ക് പോയി കേട്ടോ. ഞാൻ അടുക്കളയ്ക്ക് എത്താൻ ഒഴിവുണ്ടാവില്ല കേട്ടോ. അവരെൻ്റെ പിന്നാലെ നീറ്റ് പോന്നിട്ടുണ്ടാവും. അങ്ങനെ അവർക്ക് പഠിക്കാനുള്ള എടുത്തു കൊടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയ്ക്ക് പോന്നു കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ വയ്ക്കാനുള്ള പരിപാടിക്ക് നോക്കി കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിയും തക്കാളിയും എല്ലാം വാട്ടി മസാലകളൊക്കെ ഇട്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കി കേട്ടോ. അങ്ങനെ അവരതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടും ചോദിച്ചിട്ടുമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ ചിക്കൻ്റെ പരിപാടി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ രാത്രി അടുക്കളയ്ക്ക് അങ്ങനെ കയറാറില്ല കേട്ടോ. എനിക്ക് രാത്രി അങ്ങനെ അടുക്കളയിൽ കയറി പണിയെടുക്കുന്നത് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ ഞാൻ ചിക്കൻ കൊടുന്ന സ്ഥിതിക്ക് അങ്ങോട്ട് വെച്ച് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ നാളെ കറി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ചിക്കൻ കറിയും മീൻ കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും വെക്കാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി മസാലയൊക്കെ ഒന്ന് പച്ചച്ചവയൊക്കെ മാറിയിട്ട് ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഞാൻ അത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ ആ സംഭവം സെറ്റായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ പഠിച്ചത് പറയാമെന്നർക്കാണ്. അങ്ങനെ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് മേല് കഴുകാനാണ്. ആദ്യം ഒന്ന് മേല് കഴുകാൻ കയറിയാലും ഞാൻ പിന്നെ പോകുന്നു കേട്ടോ. തിരിച്ചിട്ട് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി കെട്ടിയിട്ട് പോയി മേല് കഴുകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി കെട്ടി ഞാൻ വീണ്ടും അങ്ങനെ പോയി മേല് കഴുകിയിട്ട് പോകുന്നു കേട്ടോ. അവിടെ ബെഡിലൊരുത്തം കിടന്ന് ഫോൺ കാണുന്നുണ്ട്. അതിൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ മേല് കഴുകലൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോൾ അവരെ പഠിത്തമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവരെ ബുക്കൊക്കെ അങ്ങനെ പെറുക്കി എടുത്ത് വെച്ച് ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ രാവിലത്തെ കുറച്ച് മോര് കാച്ചിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി അങ്ങനെ കൂട്ടിയിട്ട് സൂപ്പറായിട്ടൊരു ഫുഡ് കഴിച്ചു കേട്ടോ. മക്കൾക്ക് ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും കാശി കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. അവൻ അങ്ങനെ സെറ്റിയിൽ കിടന്നുറങ്ങിയിരിക്കണു. പിന്നെ ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ടിട്ട് അവനെ അങ്ങനെ കൊണ്ടെടുത്ത് കിടത്തി. അങ്ങനെ ചെറിയവൻ കിടന്നിട്ട് അവിടെ വിക്രസ് അടിക്കുന്നുണ്ട് കേട്ടോ. കാശീനെ അവിടെ കൊടുന്ന് കിടത്തിയപ്പോൾ അവനെ നുള്ളും പിച്ചുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ ഞാൻ നല്ല ചീത്ത പറഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഒതുങ്ങിയിരുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതാ വലിയ ആളും കൂടി വന്ന് കിടന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചല്ല കിടക്കാറ്. ചിലപ്പോൾ അച്ചാച്ചൻ്റെ അടുത്തോ അല്ലെങ്കിൽ അച്ഛമ്മയുടെ അടുത്തോ മാറിയിട്ട് കാശിയും ധ്യാനും കിടക്കാറുണ്ട് കേട്ടോ. ചെറിയ ആൾ മാത്രമാണ് എൻ്റെ അടുത്ത് അങ്ങനെ കിടക്കാറുള്ളൂ. കുറച്ച് നേരം അങ്ങനെ അവരവിടെ കളിച്ചിട്ട് പിന്നെ ധ്യാനം അച്ഛമ്മയുടെ അടുത്തേക്ക് നീറ്റ് പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.